ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് ഫംഗ്ഷൻ്റെ എലമെൻറ്റ്സ് കാറ്റഗറീസ് കുറച്ച് കണ്ടു. നെക്സ്റ്റിംഗ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ നെക്സ്റ്റിംഗ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരുന്നു. അതായത് ഒരു ഇഫിൻ്റെ ഉള്ള വേറൊരു ഇഫ് എന്നുണ്ടെങ്കിൽ അതിന് പറയാൻ നിൽക്കുന്നതാണ് നെസ്റ്റഡ് ഇഫ്. അതുപോലെ തന്നെ ഒരു ഫോറിൻ്റെ ഉള്ളിൽ വേറൊരു ഫോർ എന്നുണ്ടെങ്കിൽ നെസ്റ്റഡ് ഫോർ ലൂപ്പ്. അതുപോലെ തന്നെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു, അതിനെ പറയുന്നതാണ് നെസ്റ്റിംഗ് ഓഫ് ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഈ മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഈ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു F1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, F2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേറെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ F1 എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇവിടെയും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് നമ്മൾ കഴിഞ്ഞു. ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ, F1ൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി F1ൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിൽ F2 എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇത് കഴിഞ്ഞു. ഇനി F2ൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഈ F2ൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ഫംഗ്ഷന് വേണമെങ്കിൽ കോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. വേറെ ഏതെങ്കിലും ഫംഗ്ഷനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും കോൾ ചെയ്യാം. അപ്പോൾ ഇതിനെ പറയുന്നതാണ് നെസ്റ്റിംഗ് ഓഫ് ഫങ്ഷൻസ്. ഇവിടെ ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അപ്പം തന്നെ അത് കോളിംഗ് ആയിക്കോളും. അപ്പോൾ ഇത് F1 എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇത് ഫംഗ്ഷൻ കോളാണ്. ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തു, എന്നിട്ട് F1 എന്ന് പറഞ്ഞ ഫംഗ്ഷനിലെത്തി. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തു. ഇത് ഫംഗ്ഷൻ കോഡാണ്. F2 എന്ന് എഴുതിയേക്കുന്നത് ഇവിടെ ഫംഗ്ഷൻ കോഡാണ്. ഇപ്പോൾ ഇവിടെ F2 എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ F2ൻ്റെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ വോയിഡ് വെച്ച് ബാക്കി എല്ലാത്തിനും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് പോകും, എന്നിട്ട് ഇത് മൊത്തം എക്സിക്യൂട്ട് ചെയ്യും. ഇത് മൊത്തം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് കൺട്രോൾ പോണത്. F1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ F1ൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എത്തും, പിന്നെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ, ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യണോ, ആ ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യണോ, അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ എക്സാമ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഏരിയ സർക്കിളാണ്. നമുക്കറിയാം ഏരിയ സർക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് π × r². പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 × r × r. അപ്പോൾ ഇവിടെ രണ്ട് ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫങ്ഷൻ, നെക്സ്റ്റ് ഈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു ഫങ്ഷൻ. അപ്പോൾ ഇവിടെ ഏരിയ നമുക്കറിയാം ഈ പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. അതെന്ന് പറയാൻ നിൽക്കുന്നൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ്. ഇപ്പോൾ ഈ നമുക്ക് റിസൾട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആവും. അപ്പോൾ മൊത്തത്തിൽ റിസൾട്ട് ഫ്ലോട്ടിംഗ് ആണ്. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം, ഒന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും ഒന്ന് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനും. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.14 r² ആണ്. ഇപ്പോൾ ഈ r² ഈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു, സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ഫ്ലോട്ടാണ് റിട്ടേൺ ചെയ്ത് കിട്ടുമ്പോൾ റിസൾട്ട്. നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഞാനിപ്പോൾ റേഡിയസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഇതാണ് ഫംഗ്ഷൻ്റെ ടൈപ്പ്. ഈ ഫംഗ്ഷൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് സ്ക്വയറിൽ റിട്ടേൺ ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പ് ആയിരിക്കണം. നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ടൈപ്പ് ഫ്ലോട്ടായി. നെക്സ്റ്റ് നമ്മൾ പാരാന്തസിസിൻ്റെ ഉള്ളിൽ ഫ്ലോട്ടാണ് എഴുതിയിരിക്കുന്നത്, അതായത് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പ് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. അതായത് റേഡിയസ് ആണ് പാസ് ചെയ്യുക. അപ്പോൾ അതെന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ആണ്. സെമിക്കോളിൻ്റെ ഇവിടെ കമ്പൽസറി ആണ്. നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഏരിയൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റേഡിയസ് പാസ് ചെയ്യണം. റേഡിയസ് പാസ് ചെയ്യാണ്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കിട്ടുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ആണ് റിട്ടേൺ ചെയ്തെടുക്കുക. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ്. നെക്സ്റ്റ് പാസ് ചെയ്യുന്നത് റേഡിയസ് ആണ്. റേഡിയസിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലോട്ട് യൂസ് ചെയ്തേക്കുന്നത്. മെയിൻ ഫംഗ്ഷൻ വന്നു. ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആറും എ എന്നാണ് രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. ഇനി റേഡിയസ് റീഡ് ചെയ്തത് 6ലാണ് റീഡ് ചെയ്തെടുത്തത്. ഇനി നമ്മളിവിടെ
ഫങ്ഷൻ കോളിംഗ് ആണ് നടക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫങ്ഷൻ കോള്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫങ്ഷൻ കോൾ ചെയ്തത് ഏരിയ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ കോൾ ചെയ്തു. ഏരിയ എന്ന് പറഞ്ഞ ഫങ്ഷൻ്റെ ഉള്ള റേഡിയസ് പാസ് ചെയ്തിട്ടുണ്ട്, 6 പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫങ്ഷൻ കോളിംഗ് നടക്കുമ്പോൾ കൺട്രോൾ ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെ വന്നുമ്പോൾ ഈ 6ലുള്ള വാല്യൂ ഞാനിപ്പോൾ അടിച്ചേക്കുന്നത് 2 ആണ് അടിച്ചേക്കണേന്നേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ 2ലുള്ള വാല്യൂ ആണ് ഈ എക്സിൽ സ്റ്റോർ ആവാം. അപ്പോൾ എക്സിൻ്റെ ഉള്ളിൽ 2 സ്റ്റോർ ആവും. അപ്പോൾ ഫ്ലോട്ട് ഏരിയ ഓഫ് ഫ്ലോട്ട് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഉള്ളിലേക്ക് 2 സ്റ്റോർ ആവും. ഇനി ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വൈ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ വേരിയബിൾ എന്ന് പറയാൻ കാരണം ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ വൈക്ക് സ്കോപ്പ് ഉള്ളൂ. അപ്പോൾ വൈ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇവിടെ വൈ ഈക്വൽ 3.14 ഇൻറ്റു സ്ക്വയർ ഓഫ് എക്സ്. സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ടുണ്ട് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡയറക്റ്റ് നമ്മൾ വരുമ്പോൾ ഇത് 6 തന്നെയാണ് ഈ എക്സ് എന്ന് പറയാൻ നിൽക്കുന്നത്. ഈ 6 ഇവിടെ എക്സ് ആയിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ് ആണ് നമ്മളിവിടെ പാസ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് നമ്മൾ പാസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഫങ്ഷൻ കോളാണ്. അപ്പോൾ ഈ ഫങ്ഷൻ്റെ ഉള്ളിലിരുന്നിട്ട് ഏരിയ എന്ന് പറഞ്ഞ ഫങ്ഷൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇങ്ങോട്ടേക്ക് കോൾ ചെയ്യും. ഇങ്ങോട്ടേക്ക് കോൾ ചെയ്യുമ്പോൾ എന്താ, ഇതിന് ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ് ഇവിടെ ഡാറ്റ ടൈപ്പ്. സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ, ഇതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്. പിയുടെ ഉള്ള വാല്യൂ എന്തായിരിക്കും അസൈൻ ചെയ്യുക, ഈ എക്സിലുള്ള വാല്യൂ അതായത് 2 ആയിരിക്കും അസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ റേഡിയസ് തന്നെയാണ് പാസ് ചെയ്യണത്. ഇവിടെ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ 6 ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തു. അപ്പോൾ എക്സിലേക്ക് 2 ആയി മാറി. ഇനി ഈ എക്സിൽ 2 ആണ്, സ്ക്വയർ ഇങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ ഈ പിയിലേക്ക് എക്സിൻ്റെ വാല്യൂ എന്ന് പറയാൻ നിൽക്കുന്നത് എന്താ, 6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ 2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പാസ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പിയിലേക്ക് 2 അസൈൻ ചെയ്തു. ഫ്ലോട്ട് ക്യൂ എന്ന് പറയുന്നത് ഒരു ലോക്കൽ വേരിയബിളാണ്. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഇതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷന് പുറത്ത് ഈ ക്യൂ യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മളിവിടെ ക്യൂ ഈക്വൽ ടു സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാണ്. ക്യൂ ഈക്വൽ ടു പി ഇൻറ്റു പി എന്താ 2 ഇൻറ്റു 2 അതായത് 4. ഇനി റിട്ടേൺ ക്യൂ. അപ്പോൾ ഇവിടെ 4 എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും, 4 റിട്ടേൺ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്തത് അങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ റിട്ടേൺ ചെയ്യണത് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എന്തായിരിക്കും വാല്യൂ വരിക, 4 വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ കോൾ ചെയ്തത്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് റിട്ടേൺ ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കല്ല റിട്ടേൺ ചെയ്യുക, മെയിൻ ഫംഗ്ഷനിലേക്കല്ല റിട്ടേൺ ചെയ്യുന്നത്. ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്തത് അങ്ങോട്ടേക്ക് റിട്ടേൺ പോയി. അപ്പോൾ ഇവിടെ വാല്യൂ വന്നു, അപ്പോൾ ഇവിടെ 4 വന്നു. നെക്സ്റ്റ് 3.14 ഇൻറ്റു 4 കാൽക്കുലേറ്റ് ചെയ്തു. ആ റിസൾട്ട് 3.14 ഇൻറ്റു 4 അതായത് 16, ഇവിടെ വരെ 14 7 12.76 വന്നു. 12.76 അല്ല 12.56 വന്നു. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഈ 12.56 3.14 ഇൻറ്റു 4 ഈ റിസൾട്ട് വൈയിൽ അസൈൻ ചെയ്തു. റിട്ടേൺ വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും, ഇത് മെയിൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ് കോൾ ചെയ്തത്. അപ്പം ഇത് മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യും. അപ്പം ഇവിടെ എന്താവും 12.56 എവിടെയായിട്ട് മാറും, എയിലേക്ക് അസൈൻ ചെയ്യും. ഇനി ഏരിയ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താ 12.56 എന്ന് ഏരിയ പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പം ഇവിടെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇത് റിട്ടേൺ ചെയ്യാൻ നിൽക്കുന്നത് എവിടെ നിന്നാണ്, ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലാണ് എന്നെ കോൾ ചെയ്തത്, സ്ക്വയറിനെ കോൾ ചെയ്തത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് റിട്ടേൺ ചെയ്യുക. ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്കാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇതാണ് നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറയാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരാൾ ബീനെ വിളിച്ചു. പക്ഷെ ബിക്ക് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ബീനെ വിളിച്ചത്. പക്ഷെ ബിക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സി വേണം. അപ്പോൾ സീനെ വിളിച്ചു. ഈ സിക്ക് ഈ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡി വേണം.
പേയുടെ ഈ കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി സിയും ഡിയും ചെയ്തിട്ടേ നടക്കുള്ളൂ. കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ബിയും സിയും ഡിയും ചെയ്തിട്ടേ നടക്കുള്ളൂ. പക്ഷെ എക്ക് ആ കാര്യം അറിയില്ല. അപ്പോൾ എ ബീനെയാണ് വിളിച്ചത് കാര്യം നടക്കാൻ വേണ്ടി, ബി സിനെയാണ് വിളിച്ചത്, സി ഡിനെയാണ് വിളിച്ചത്. അപ്പോൾ ഡി ആ കാര്യം പറഞ്ഞിട്ട് സിയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ സിക്ക് ആ കാര്യം കിട്ടി, സി എന്നിട്ട് ബിയിലേക്ക് പാസ് ചെയ്യും, എന്നിട്ട് ബി എന്നിട്ട് എയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ കോളിങ് നടക്കുന്നത്. കോൾ ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു, ഈ ബി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ സി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു, സി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഉള്ളിൽ വെച്ചിട്ട് ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. പിന്നെ ഡി അതിൻ്റെ റിസൾട്ട് സിക്ക് കൊടുത്തു, സിൻ്റെ റിസൾട്ട് ബിക്ക് കൊടുത്തു, ബി അതിൻ്റെ റിസൾട്ട് എയിലേക്ക് പാസ് ചെയ്തു. ഇതാണ് നെസ്റ്റിംഗ് ഓഫ് functions. Okay, thank you.